ഇവിടെ നമ്മൾ 2 കണ്ടെയ്നറിൽ ജാവാഫൺ ചെടിയുടെ ചെറിയ പീസുകൾ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ഈ ചെടികൾ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മാസം ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം റെഡ് കളറിൽ ചെറിയ പൊടിമീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അത് ഇന്നലെയാണ് നമ്മൾ ചെയ്തത്. അതുവരെ ഇതിനകത്തേക്ക് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറോ ടാബ്ലറ്റോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മീൻ കുഞ്ഞുങ്ങളെയും നമ്മൾ ഇന്നലെയാണ് ആഡ് ചെയ്തത്. ഇതുവരെ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മീനുകളുടെ വേസ്റ്റിൽ നിന്നും അതിൽ മീനുകൾക്ക് കൊടുക്കുന്ന ഫുഡിൽ നിന്നും കുറച്ച് ന്യൂട്രിയൻസും കാര്യങ്ങളായി ചെടികൾക്ക് കിട്ടും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസമായിട്ട് ഇതിനകത്തേക്ക് യാതൊരുവിധ ന്യൂട്രിയൻസും നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ ചെടികൾ അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. പിന്നെ കുറച്ച് ഇലകൾ നിങ്ങൾക്ക് ബ്രൗൺ കളറിൽ കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്വേറിയത്തിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയ സമയത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഇലകൾ ഉണങ്ങിപ്പോയിട്ട് പുതിയ ഇലകൾ മുളച്ച് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ കണ്ടെയ്നറിന്റെ അടിഭാഗത്ത് നമ്മൾ വിരിച്ചിട്ടുള്ളത് നമ്മുടെ ചെറിയ മെറ്റൽ പീസുകളാണ്, പാറയുടെ പീസുകളാണ്. എന്നിട്ട് അതിന്റെ ഗ്യാപ്പുകളിലേക്ക് നമ്മൾ ചെടികൾ ജസ്റ്റ് പുഷ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചതാണ്. ഈ ജാവാഫൺ ചെടികൾ നല്ല ഹാർഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. ലോ ലൈറ്റും ബേസിക് ന്യൂട്രിയൻസും മതി ഇതിന് വളരാനായിട്ട്.